ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, വൈകുന്നേരം സ്നാക്ക്, രാത്രി ഡിന്നർ, ഈ 3 നേരത്തേക്കും പറ്റിയ ഒരു ഹെൽത്തി ഐറ്റം വേണോ? വളരെ കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഉപയോഗിച്ച് മുട്ടയും ചീസും ഒക്കെ ചേർത്ത് ഈ സ്പെഷ്യൽ റൈസ് ബോൾസ് അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കൂ. സംഗതി ഉഷാറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? അതിനായി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ടതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമായ മാവ് റെഡിയാക്കാനായി ചൂടായ പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മാവിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോയിൽ ചെയ്ത് 2 മുട്ട ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇപ്പം എന്തേ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ ഇപ്പം നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഈ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതേ നമ്മൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മളിത് ഇതിലേക്ക് ഫില്ലിങ്സിന് ആവശ്യമായ ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം മെല്ലെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത മാവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അതേപോലെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസിൽ നിന്നും 1 ടീസ്പൂൺ ചീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മെല്ലെ മാവെല്ലാം ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം മെല്ലെ പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പം എന്തേ നമ്മുടെ റൈസ് ബോൾ അല്ലെങ്കിൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തട്ടം വെച്ച് കൊടുക്കാം. തട്ടത്തിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് റൈസ് ബോൾ അല്ലെങ്കിൽ കൊഴുക്കട്ട നമുക്ക് ഒട്ടിപ്പിടിക്കാതെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ബോളെല്ലാം തന്നെ തട്ടത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ റൈസ് ബോൾസ് എല്ലാം ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കടുക് താളിച്ചെടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ
മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ബോൾ ഓരോന്നായി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഉടയാതെ എല്ലാം ഒന്ന് മെല്ലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദേ ഇപ്പം ഇവിടെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ റൈസ് ബോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഈ റൈസ് ബോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണ്. ദേ നോക്കിക്കേ, നമ്മുടെ കൊഴുക്കട്ട ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതേപോലെ ആ മസാല ഫില്ലിംഗ് ഒക്കെ കറക്റ്റായി എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇത് കാണാൻ എത്ര ഭംഗിയാണോ അതിനേക്കാൾ ഇരട്ടി രുചിയാണ്. എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.